എല്ലാവർക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാലും ആദ്യം എല്ലാവരും ചിന്തിക്കണ ഒരു കാര്യമാണ് ആ സോഷ്യൽ മീഡിയയിൽ തപ്പാം. സോഷ്യൽ മീഡിയ മലയാളം മൊബൈൽ ഫോണിന്റെ മലയാളം എന്താ? രക്ഷയില്ല, അറിയില്ല. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞങ്ങളിവിടെ പറയില്ലേ? എടുക്കുന്നില്ല, പറഞ്ഞാ മതി. പറയട്ടെ, വള്ളത്തോളാണ് ഉത്തരം. 56 അതെങ്ങനെ 56? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. കേട്ടിട്ടുണ്ട് ഞാൻ 56. മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല എന്നാണ് കുഞ്ഞുണ്ണി മാഷ് നമ്മുടെ മലയാള ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് നമ്മുടെ സംസ്കാരവുമായി വളരെ വലിയ പങ്കുണ്ട് അല്ലെ? മലയാളികൾ ഓരോരുത്തരും ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടാണ് മലയാളം ഉച്ചരിക്കുന്നത്. ഇന്ന് ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ മലയാളികളോട് തന്നെ ചോദിച്ചറിയാം മലയാളത്തെ കുറിച്ച്. മലയാള ഭാഷയുടെ പിതാവാരാണ്? എഴുത്തച്ഛൻ. കറക്റ്റ് ആൻസർ. മലയാള അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 15, 16. 51 അക്ഷരം, 6 ചില്ലക്ഷരം, 7 ചില്ലക്ഷരം. ഓക്കെ, കറക്റ്റ്. മലയാള അക്ഷരമാലയെ തരംതിരിക്കാം. എങ്ങനെ തരംതിരിക്കാം മലയാള അക്ഷരമാലയെ? അത് വ്യഞ്ജനാക്ഷരം, അതന്നെ ചില്ലക്ഷരം, വ്യഞ്ജനാക്ഷരം. പിന്നെ ഒരെണ്ണൂടി ഉണ്ടല്ലോ, ജാനി പറയ്. എനിക്കില്ല, അവിടെ വെച്ചോ. അതിനൊരു വേറെ സംഭവം പറയൂ. മിസ്സായി. സ്വരാക്ഷരങ്ങൾ. കറക്റ്റ്. ഓക്കെ, ഇന്ന് മലയാള ഭാഷാ ദിനമായതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റും. ഒരു വിഷയം തന്നെ, ഇംഗ്ലീഷ് പാടില്ല, മലയാളത്തിൽ തന്നെ മുഴുവൻ സംസാരിക്കണം. അറിയായിരുന്നോ ഇന്ന് മാതൃഭാഷാ ദിനമാണ്? ഇവിടെ വന്ന് സാരിയൊക്കെ എടുത്ത ആൾക്കാരെ കാണുമ്പോഴാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ മലയാള ഭാഷയെ കുറിച്ച് സുഖാണ്. മലയാള ഭാഷയെ കുറിച്ച് പറയുന്നതിനാലേ ഇംഗ്ലീഷ്. ഇടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരും, നമ്മുടെ ടോക്കിൽ അങ്ങനെയാണ് കയറി വരുന്നത്. എന്നാലും ഒന്ന് ട്രൈ ചെയ്തോടെ. 2 വാക്ക് പറഞ്ഞാ മതി. 2 വാക്ക് പറയടാ. അതൊരു ഇതാണ്. നീ ഒരു പാട്ട് പഠിച്ചേ, അതാകുമ്പോ 2 പാട്ട്. അതിന് ഇംഗ്ലീഷ് പാട്ടുകാരനാണോ? അല്ലല്ല, മലയാളം എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. എഴുത്തച്ഛനാണ് നമ്മുടെ പിതാവ്. പിന്നെ വയലാറ്, വൈലോപ്പിള്ളി, അങ്ങനെ മഹത്തായ കവികള് മലയാള ഭാഷയെ അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. അതന്നെ. കൊറേ കവികളെ പറ്റി പറഞ്ഞല്ലോ. ഒരു കവിതയുടെ 2 വരി പറഞ്ഞാൽ അത് ഏത് കവിതയാണെന്ന് പറയാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞങ്ങളിവിടെ പറയില്ലേ? എടുക്കുന്നില്ല, പറഞ്ഞാ മതി. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്ക് മലയാളവും ഇല്ല. ഇതാരെഴുതിയതാണ്? കുഞ്ഞുണ്ണി മാഷാണോ? അല്ല, കുഞ്ഞുണ്ണി മാഷാണ്. കറക്റ്റ് ആൻസർ. ഉണ്ട് സാധനം. അപ്പോ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്നറിയോ? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛൻ. അതെ, കറക്റ്റ് ആണ്. മലയാളം അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 56. 56. കറക്റ്റ് ആൻസർ ആണ്. പക്ഷേ ശരിക്കും 51 അക്ഷരങ്ങളാണ്. ചില്ലക്ഷരം കൂട്ടിയിട്ട് 56. ഓക്കെ, കറക്റ്റ് ആണ്. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിരുന്നു. അത് ഏത് വർഷമാണെന്നറിയോ? ഇയർ അറിയില്ല. അറിയില്ല. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു വർഷം? 2008 ആണ്. അല്ല, അറിയില്ല. 2013 ആയിരുന്നു. 13 ആയിരുന്നു. അതെ. ആദ്യമായി മലയാളം അച്ചടിച്ചു വന്ന ഗ്രന്ഥം ഏതാണെന്നറിയോ? മലയാളത്തിൽ അച്ചടിച്ചു വന്ന ഗ്രന്ഥം. ആദ്യമായി മലയാളം അച്ചടിച്ചു വന്ന ഗ്രന്ഥം അറിയില്ല. ഹോർത്തൂസ് മലബാറിക്സ് എന്ന് പറഞ്ഞ കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കിലാണ് ആദ്യമായിട്ട് മലയാളം അച്ചടിച്ചു വരുന്നത്. ഒരു വിഷയം തന്നത് മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ പറ്റും, ഇംഗ്ലീഷ് കയറി വരരുത്. അയ്യോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ചെയ്ത് നോക്കാം. മൊബൈൽ ഫോണാണ് വിഷയം, അതിൽ മലയാളത്തിൽ മാത്രം സംസാരിക്കാം. മൊബൈൽ ഫോണിന്റെ മലയാളം എന്താ? രക്ഷയില്ല, അറിയില്ല. ഓക്കെ. മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്നറിയോ? എഴുത്തച്ഛൻ. മലയാള ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്?
51. അതെ, കറക്റ്റാണ്. മലയാള ഭാഷയുടെ അക്ഷരമാലയെ ഒന്ന് തരംതിരിക്കാൻ പറഞ്ഞാണ് തരംതിരിക്കാം. സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ, ശരി. ഞാനൊരു കവിത പറയാം, അത് ഏത് എഴുത്തുകാരൻ്റെയാണെന്ന് പറയണം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമതൻ ഭാഷകൾ. വൈലോപ്പിള്ളി. അല്ല, പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു അറിയാ കിട്ടുന്നില്ല. ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓപ്ഷൻസ് തരാം. വൈലോപ്പിള്ളി, വള്ളത്തോൾ, കുഞ്ഞുണ്ണി മാഷ്. വൈലോപ്പിള്ളി, കുഞ്ഞുണ്ണി മാഷല്ല, രണ്ടാമത് പറഞ്ഞ വള്ളത്തോൾ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഇന്ന് മലയാള ഭാഷ ദിനമായതുകൊണ്ട് ഒരു വിഷയം തന്നാൽ മലയാളത്തിൽ മാത്രം സംസാരിക്കണം. ശ്രമിക്കാം. വിഷയം സിനിമയാണ്. ചലച്ചിത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കാണുന്ന ഒരു ഒരു കലയാണത്. അതിൽ നമുക്ക് സമൂഹത്തിൽ ഉള്ള കുറേ ഇപ്പോഴത്തെ പല മാറ്റങ്ങളും അതിലൂടെ നമുക്ക് ചിത്രീകരിച്ചിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങളും അതിൽ ചിത്രീകരിക്കുന്നത് മോശമായിട്ടും നമ്മൾ സമൂഹത്തിലേക്ക് എത്തിച്ചേരാനും ചാൻസ് ഉണ്ട്. മലയാള ഭാഷയിലെ ആദ്യ സാഹിത്യകൃതി ഏതാണെന്നറിയോ? കവിത അങ്ങനെയാണോ? അത് പേര് മഹാഭാരത് അങ്ങനത്തെ ഒരു സാധനമാണോ? സെല്ലുലോയിഡ് സിനിമ മതിയാ ഫസ്റ്റ് ആദ്യ സാഹിത്യം മറ്റേ സാഹിത്യകൃതിയാണ് കാണില്ല കണ്ടോട്ടെ. അതാണോ? ഇന്ദുലേഖ. കൃതി എന്ന് ഉദ്ദേശിക്കുന്ന കൃതിയുടെ പേരാണോ? കൃതിയുടെ പേര് എന്തായാലും അറിയില്ല. പറഞ്ഞു രാമചരിതാണ് ഉത്തരം. ഓക്കെ, അറിയുന്ന വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. മലയാള ഭാഷയുടെ പിതാവാരാണ്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിരുന്നു, അറിഞ്ഞിരുന്നോ? അത് ഏത് വർഷം ലഭിച്ചു? 1979. അല്ല, 68. അത്ര പഴയതൊന്നല്ല. 2005. കുറച്ചും കൂടി മുന്നോട്ട് പോവാം. 2014. 10 16. 18. 20. 11. 8. 2008. 2019. 20. 21. 2000 മറ്റേ ബാക്കി എന്തായിരുന്നു? 1900. 2000-കളിലാണ്. 2005. 2004. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 13. 2013 മെയ് 23 ലഭിക്കുന്നത്. ഇന്ത്യയിലെ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്നത് എത്രാമത്തെ ഭാഷയായിട്ടാണെന്ന് അറിയാം? 7. അല്ല, 10. 21. 5. ഒരു മലയാളത്തിലെ ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരന്റെ ഒരു കവിതയുടെ 2 വരി പറയാം. അതേത് കവിതയാണെന്ന് ഗസ് ചെയ്യണം. ഓക്കെ, റെഡി? ചോദിക്കല്ലേ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ തൻ ഭാഷതൻ. കുഞ്ചൻ നമ്പ്യാർ. എഴുത്തച്ഛൻ. അല്ല, ജി കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ്. പഠിച്ചിട്ടുണ്ട് നമ്മള്. എന്റെ ഉറുബേദനാണല്ലേ? ഇടശ്ശേരി ഗോവിന്ദൻ. ക്ലൂ. മഞ്ജുന്ന് വേണ്ട ക്ലൂ. ഇതിനൊക്കെ ക്ലൂ തരാന് പ്രശസ്തരായ ഒരു എഴുത്തുകാരനാണ്. പെണ്ണാണോ? ആണാണ് അല്ലേ? എനിക്ക് അതറിയാം. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വൈക്കമാണോ? വൈക്കം അല്ല, വാ വെച്ചിട്ടാണ്. വയലുപുലി. പറയട്ടെ, വള്ളത്തോളാണ് ഉത്തരം. പിന്നെ അത് പറയണത് വെള്ളത്തോളം അറിയണതല്ലേ? അല്ല, നമ്മൾ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് വെള്ളത്തോൾ പറഞ്ഞില്ലേ? മോശം.
ഒരു വിഷയം തന്നാ അതിൽ ഇംഗ്ലീഷ് വരാതെ മലയാളത്തിൽ മാത്രം സംസാരിക്കണം. കഴിയാണോ? ചേച്ചി വിഷയം പറ, എന്നിട്ട് നോക്കാം നമ്മള്. അതെല്ലേ, വിഷയം പറയട്ടെ. മാതൃഭാഷ ദിനം ഇന്നത്തെ ദിവസത്തെ കുറിച്ച് മലയാളത്തിൽ മാത്രം. വളരെ സിമ്പിൾ അല്ല, അതിനെപ്പറ്റി ഇംഗ്ലീഷിൽ എന്തായാലും പറയാം. മലയാള ഭാഷ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഭാഷയാണ്. 5ാമത്തെ സ്ഥാനം കിട്ടിയതാണ് ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠ ഭാഷയ്ക്ക്. മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ. മലയാള ഭാഷയില് കുറെ കവിതകളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാതും ഉണ്ട്. സോഷ്യൽ മീഡിയയെ കുറിച്ച് മലയാളത്തില് സോഷ്യൽ മീഡിയ അത് ഇംഗ്ലീഷ് അല്ലേ? മലയാളത്തിലുണ്ടല്ലോ. സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇക്കാലത്ത് വളരെയധികം എന്താ പറയുക മുന്നിലേക്ക് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്താ പറയുക അടിമപ്പെട്ടിരിക്കുക. എല്ലാവർക്കും ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാലും ആദ്യം എല്ലാവരും ചിന്തിക്കണ ഒരു കാര്യമാണ് ആ സോഷ്യൽ മീഡിയയിൽ തപ്പാം. സോഷ്യൽ മീഡിയ മലയാളം. സാമൂഹ്യ മാധ്യമങ്ങളിൽ തപ്പാം. മലയാള ഭാഷയുടെ പിതാവാരാണ്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ. മലയാള ഭാഷയിലെ എത്ര അക്ഷരങ്ങളുണ്ട്? 52 അല്ല 52 52 അല്ല 52 അല്ല 51. 51. അതെ, കറക്റ്റ് ആണ്. അതെങ്ങനെയൊന്ന് തരംതിരിക്കാൻ പറ്റും മലയാള അക്ഷരമാലെ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ഓക്കെ. മലയാളത്തില് പ്രശസ്തരായ ഒരു 5 എഴുത്തുകാരുടെ പേര് പറയാൻ പറഞ്ഞ ആരുടെ പേര്? ഉള്ളൂര് വള്ളത്തോട്, MT വാസുദേവൻ, എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ. ഓക്കെ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണെന്ന് അറിയാം? 2013. അതെ, 2013. ദിവസം അറിയോ? ഇല്ല, മെയ് 23. 2013 മെയ് 23 ലഭിക്കുന്നത്. ഓക്കെ. ഒരു വിഷയം തന്ന മലയാളത്തിൽ മാത്രം, ഇംഗ്ലീഷ് വരാതെ സംസാരിക്കാൻ കഴിയും? ശ്രമിച്ചു നോക്കാലോ. ചോദിക്കട്ടെ. ട്രാഫിക്കിനെ പറ്റി മലയാളത്തിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. ട്രാഫിക് തന്നെ പറയുന്നത്? ട്രാഫിക്കിനല്ലോ പറയുന്നത്. അറിയില്ല. ഏതായാലും ശ്രമിച്ചു നോക്ക്. അതിനൊന്നും മലയാളത്തിലേക്കൊന്നും കൊണ്ടുപോകുന്നു. അതിന്റെ മലയാളം കിട്ടണില്ല. ഓക്കെ. എന്നാൽ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയെ കുറിച്ച് മലയാളത്തിൽ അതിന്റെ മലയാളമാക്കി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? സാമൂഹ്യ ചലച്ചിത്രം. ഓക്കെ, ശരി, കുഴപ്പമില്ല. ശരി, താങ്ക് യു. ഇന്ന് മാതൃഭാഷാ ദിനമാണ്. മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് മൊത്തത്തിൽ? 56. എങ്ങനെ 56 ആവണേ? എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ 56 ആണെന്ന് പറഞ്ഞു. അതെങ്ങനെ 56 ആവണേ? 56 അക്ഷരം ഉത്തരം ശരിയാണ്. പക്ഷെ അതെങ്ങനെയാണ്? ആ അക്ഷരങ്ങൾ പറ. ഏതൊക്കെയാണ് 56 അക്ഷരങ്ങൾ? എല്ലാം പറയണോ? ഒരു ഊഹം പറ. പറയാ വ്യഞ്ജനാക്ഷരങ്ങള്, പിന്നെ ചില്ലക്ഷരങ്ങൾ, അങ്ങനെ ഉത്തരം കറക്റ്റ് ആണ്. വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും ചേർത്ത് വരുമ്പോഴാണ് 56. ചില്ലക്ഷരങ്ങൾ ഒഴിവാക്കുമ്പോൾ 51 അക്ഷരമാണ് ശരിക്കും മലയാളത്തിലുള്ളത്. ഈ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഏത് വർഷം അത്? അതറിയില്ല. അതറിയില്ല. അറിയോ? ഒരു ഊഹം. 70-ലാണോ? 70-ലൊന്നുമില്ല, ഈ അടുത്താണ്. ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. 2013. അതെ, കറക്റ്റ്. 2013 കറക്റ്റ് ആണ്. ഏത് മാസമാണെന്ന് അറിയോ? അറിയില്ല. അറിയില്ല. മെയ് 23. 2013 മെയ് 23 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്നത്. കേരളത്തിൽ കുറേ എഴുത്തുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മലയാള ഭാഷയ്ക്ക് ഒരുപാട് എഴുത്തുകാരുണ്ട്. അതിലൊരു എഴുത്തുകാരൻ്റെ ഒരു 2 വരി ഞാൻ പറയാം. അത് ഏത് എഴുത്തുകാരനെന്ന് പറയാൻ പറ്റുമോ? നോക്കല്ലേ? ചോദിക്കട്ടെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമതൻ ഭാഷകൾ. ഇത് ഏത് എഴുത്തുകാരൻ? എഴുത്തച്ഛനല്ല. അല്ല. സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അറിയില്ല.
വള്ളത്തോളിന്റെ വരികളാണത്. ഫസ്റ്റ് തമ്മിലുണ്ടായിരുന്നു. അപ്പൊ രണ്ടു ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. മലയാള അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട് അറിയോ? അറിയില്ല. അറിയില്ല, എന്നാലും ഒരു 42. ഐഡിയ. അതൊരു ഏകദേശം 56 56ആണ്. അതെങ്ങനെ 56? 56 അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. കേട്ടിട്ടുണ്ട് ഞാൻ 56 എന്നാലും തരംതിരിക്കാൻ പറയുമോ? അങ്ങനെ അറിയില്ല. അങ്ങനെ അറിയില്ല. ശരിക്കും 51 അക്ഷരങ്ങളാണ്. അതെ, ചില അക്ഷരങ്ങളും ചേർത്ത് 56. മലയാള ഭാഷയിലെ ആദ്യ സാഹിത്യകൃതി ഏതാണ് അറിയോ? അറിയില്ല. ചേട്ടനറിയോ? അറിയില്ല. രാമചരിതാണ്. രാമചരിതാണ്. ഒരു കവിത പറഞ്ഞ അത് ആരുടെ കവിതയെന്ന് പറയാൻ പറ്റും? പ്രശസ്തമായ മലയാളത്തിലൊരു എഴുത്തുകാരൻ്റെ ഒരു കവിത. 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. ആരുടെ വരികളാണ്? മലയാളത്തിലൊരു പ്രശസ്തമായ ഒരു എഴുത്തുകാരൻ്റെ കവിതയുടെ ഒരു ഭാഗമാണ്. അതെ, കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. ഓക്കെ.